Hello, dear parents. I'm Teresa Sijo. I'm a parent coach along with my 25 years corporate experience. ഞാൻ ഈ പാരന്റിങ് കോച്ചിങ് മേഖലയിൽ ഇപ്പൊ 1.5 വർഷമായിട്ട് ഇറങ്ങിയിരിക്കും. ഇന്ന് ഞാൻ കുറെ ഒരു ടീനേജ് പാരന്റ്സിനെ പറ്റി പറയുന്ന ടോപ്പിക്കിൽ ഇറങ്ങിയിട്ട് പല പാരന്റ്സ് എൻ്റെ അടുത്ത് വരാറുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പിള്ളേർ എന്തുകൊണ്ടാണ് ഭയങ്കര റെസ്റ്റ്ലെസ്, ഞങ്ങൾ എപ്പോഴും പറഞ്ഞാൽ ഒരു അഡിക്ഷനിലോട്ട് പോണത്, സബ്സ്റ്റൻസ് യൂസ്, വീഡിയോ ഗെയിംസ്, അതേപോലെ മൊബൈൽ, ടി വി, പല പല കാര്യങ്ങൾ അഡിക്ഷനിലോട്ട് അവർ പോകുന്നുണ്ട്. ആൻഡ് ദേ ആർ വെരി വെരി അപ്സെറ്റ്, എസ്പെഷ്യലി ഈ പ്രശ്നം എന്ന് ടീനേജേഴ്സിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് അതിന്റെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സയന്റിഫിക് വേയിൽ അത് മനസ്സിലാക്കി തരാനുള്ള കാര്യം പറയാൻ പോണ്. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ന്യൂറോ സയൻസ് ബിഹൈൻഡ് അഡിക്ഷൻ. സോ ദിസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൊച്ചുങ്ങളെ പാവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് വിച്ച് ദേ ആർ ബാഡ് അബൌട്ട്, ബട്ട് ഇറ്റ്സ് ബിക്കോസ് ദേ ആർ ഹെൽപ്ലെസ്. അവർക്ക് പറ്റാത്ത കൊണ്ടാണ് അവരത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ന്യൂറോ സയൻസ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ന്യൂറോ സയൻസ് ബിഹൈൻഡ് അഡിക്ഷൻ ആണ്. അതായത് വാട്ട് ഇസ് അഡിക്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് മനസ്സിലാക്കാം. അഡിക്ഷൻ ആയത് ഇറ്റ്സ് എ വെരി സ്ട്രോങ് എർജ്. നമുക്കൊരു സാധനം ചെയ്യാൻ വേണ്ടി ഒരു തീഷ്ണമായ ഒരു എർജാണ് വരുന്നത്. അത് എല്ലാം കാര്യങ്ങൾ അതുപോലെ അഡിക്ഷൻ ആണോന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചിന്റെ ഇപ്പൊ പുസ്തകം വായിക്കാനുള്ള എപ്പോഴും എർജ് വരുന്നുണ്ട്. എപ്പോഴും സമയം കിട്ടുമ്പോൾ കൊച്ചു പുസ്തകം വായിക്കാൻ പോവാം. ഇസ് ദാറ്റ് ബാഡ്? ഇറ്റ് ഈസ് ബാഡ്. അഥവാ അതിന്റെ കോൺസിക്വൻസസ് ബാഡ് ആണെങ്കിൽ ആ കൊച്ചു വായിച്ച് വായിച്ച് അങ്ങേറ്റം വായിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അപ്പനമ്മയോട് സംസാരിക്കാൻ സമയമില്ല, പഠിക്കാൻ സമയമില്ല, അപ്പോഴാണ് അത് ഒരു അഡിക്ഷനായി മാറുന്നത്. പക്ഷെ ആ സമയത്ത് ആ കൊച്ചിന് പഠിക്കാൻ, റീഡിങ് ചെയ്യാൻ ഇഷ്ടമാണ് വളരെ കൂടുതലും. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ഇമ്പാക്ട് ചെയ്യണില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് നോട്ട് എൻ അഡിക്ഷൻ. ഓക്കെ. സോ പലപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണം നമുക്ക് ആഗ്രഹം തോന്നും, അതിനാണ് അഡിക്ഷൻ. ഐ എം ഷുവർ മെനി ഓഫ് യു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. നമ്മളൊരു സ്റ്റാർബക്സ് കോഫിയുടെ കടയുടെ മുമ്പിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ എന്താ പറ്റുന്ന, അവിടുന്ന് അവര് സ്റ്റാർബക്സുകാർ ഒരു സാധനം ചെയ്യും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല, ഒരു പെർഫ്യൂം അടിക്കും കോഫിയുടെ. ആ സ്മെല്ല് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കാലവിടെ നിന്ന് പോകും. നമുക്ക് അവിടെ തന്നെ പോയി ഒന്ന് കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് ഒരു അഡിക്ഷൻ പോലെ തോന്നും. ചില ആൾക്കാർ കൺട്രോൾ ചെയ്ത്, ഇല്ല ഞാൻ ഇന്ന് രാവിലെ കോഫി കുടിച്ചാൽ ഇപ്പൊ ഞാൻ കുടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് വിട്ടു പോകാൻ പറ്റും. പല ആൾക്കാർ അവിടെ നിന്ന് പോകും, അണ്ട് പോയൊരു കോഫി കുടിക്കും. ചിലപ്പോൾ 2 മണിക്കൂർ മുമ്പ് കോഫി കുടിച്ച് കാണും. അപ്പൊ അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അത് അഡിക്ഷനായി മാറും. അപ്പൊ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഈ അഡിക്ഷൻ എന്തുകൊണ്ടാ പറ്റുന്നത്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യണത്. അതായത് നമ്മുടെ ബ്രെയിനിലെ 2 ഭാഗങ്ങൾ മനസ്സിലാക്കാനുണ്ട്. Okay, one I would like to talk about the front part is a prefrontal cortex. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ പറ്റി പറഞ്ഞാല് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഇസ് റെസ്പോൺസിബിൾ പല കാര്യങ്ങൾ. വൺ, ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഏതെങ്കിലും ഡിസിഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് ശക്തി തന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അതേപോലെ നമ്മുടെ ഇമ്പൾസസ്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ല ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് റാഷണലി ലോജിക്കലി ഇത് കറക്റ്റ് അല്ല. അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവർ ഉള്ളത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനാണ്. അതേപോലെ ലോങ് ടേം പ്ലാനിങ്, എന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ഭാവിയിൽ ഇത് ഹെൽപ്പ് ആവും, അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യാനുള്ള കഴിവും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടുള്ള ബ്രെയിൻ ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. നൗ വാട്ട് ഹാപ്പൻസ് ഇസ്, സെക്കൻഡ് നമുക്ക് അറിയേണ്ടത് ഈ ഡോപ്പാമൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വാട്ട് ഇസ് ഡോപ്പാമൈൻ? ഇത് നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് വെൻ വി ആർ ഡൂയിങ് സംതിങ് വിച്ച് ഗിവ്സ് എസ് ഹാപ്പിനെസ്, നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഇപ്പൊ ടി വി കണ്ടു നോട്ടോ, നമുക്ക് നല്ല പാട്ട് കേട്ടാലേ നമുക്ക് നല്ല നമ്മുടെ ചുണ്ടിലൊരു ചിരി വരും, അല്ലെ നമുക്ക് സന്തോഷം തോന്നും. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡോപ്പാമൈൻ സെക്രീറ്റ് ആണുണ്ട്. ഈ ഡോപ്പാമൈൻ്റെ ഇതിന് വേറൊരു പേര് തന്നെ ഹാപ്പി ഹോർമോൺസ് എന്ന്. അതായത് ഒരു മനുഷ്യൻ സന്തോഷമാകുമ്പോഴാണ് നമ്മുടെ ഈ ഡോപ്പാമൈൻ റിലീസ് ആകുന്നത്. ഈ ഡോപ്പാമൈൻ ഇവിടെ നമ്മുടെ ബ്രെയിനിന് റിലീസ് ആകുമ്പോൾ ഈ ഡോപ്പാമൈൻ ഇങ്ങനെ ബ്രെയിനിന്റെ മുൻപോട്ട് പോയിട്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ പോകും, അല്ലെ? അപ്പൊ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ ചെന്നിട്ട് ഡോപ്പാമൈൻ പറയണം, എനിക്ക് ഈ കാര്യം ഭയങ്കര ഇഷ്ടമാണ്, അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ സന്ദർഭം പറയുമ്പോൾ ഇത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്വീറ്റ്സിന്റെ കടയിൽ സ്വീറ്റ്സ് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ സ്വീറ്റ്സിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മുടെ ഡോപ്പാമൈൻ റിലീസ് ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ആ സ്വീറ്റ്സ് ഒരു ജിലേബിയോ വല്ലതും കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നത്തില്ലേ ടേസ്റ്റ് ചെയ്യാനും. അപ്പൊ ഡോപ്പാമൈൻ റിലീസ് ആയിട്ട് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലോട്ടാ പോയി ഇൻഫർമേഷൻ കൊടുക്കണം, ജിലേബി കഴിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടം, അപ്പൊ അടുത്ത പ്രാവശ്യം ജിലേബി കടയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് അവിടെ മേടിക്കണം, അങ്ങനെ ഒരു നോളജ്. നൗ പക്ഷെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് അടുത്ത് പവർ ഉണ്ട് ടു മേക്ക് ദ ഡിസിഷൻ, ഇത് കറക്റ്റ് ആണോ ഇല്ല. അപ്പൊ നമ്മൾ പറയും ഇല്ല, ജിലേബി കൊണ്ട് സന്തോഷമാണുണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ ടു മെനി സ്വീറ്റ്സ് ഇസ് നോട്ട് ഗുഡ്.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അധികം പഞ്ചസാര കഴിക്കാൻ പാടില്ല. സോ യു ഷുഡ് നോട്ട് ഹാവ് ജിലേബി. അപ്പൊ അത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് ഒരു മെസ്സേജ്. അപ്പൊ ഡോപ്പാമൈൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും അത് കൺട്രോൾ ചെയ്തതിനെ സപ്രസ് ചെയ്യുന്നു. ഇതൊരു ബാലൻസ് ഉള്ള കാരണമാണ് നമ്മൾ ഭയങ്കര ലോജിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്, അല്ലേ? പലപ്പോഴും ടി വിയിൽ നമ്മളൊരു ഒരു ഒരു സിനിമ കാണും, നല്ലൊരു സിനിമയാണ്. അപ്പൊ സിനിമ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോപ്പാമൈൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് സമയത്ത് ഓഫ് ചെയ്ത് നമുക്ക് ജോലി സ്ഥലത്ത് പോകാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് പോകണം? എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കറക്റ്റ് ആയിട്ട് ഡോപ്പാമൈനെ കൺട്രോൾ ചെയ്തിട്ട് പറയും ഇല്ല, ഇപ്പൊ നിങ്ങളുടെ ലോജിക്കലി ഇത്രയും സിനിമ കണ്ടാൽ മതി, 2 മണിയായി, പഠിക്കുന്ന സമയമായാലും ജോലിക്ക് സമയം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ സമയത്ത് നമ്മളത് ഓഫ് ചെയ്യുന്നു. പക്ഷെ പിള്ളേര് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും ടീനേജർ പിള്ളേരെ കാണാം, അവരൊരു സിനിമയും കണ്ട് ലയിച്ചിരിക്കോ, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചോണ്ട് ലയിച്ചോണ്ടിരിക്കോ. ആ സമയത്ത് അവർ ഡോപ്പാമൈൻ ഇങ്ങനെ കൂടി 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 അവർക്ക് സന്തോഷമായിരിക്കോ. പെട്ടെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ടി വി ഓഫ് ചെയ്യും, ബാ നമുക്ക് ഇനി ചോറുണ്ണ സമയം. അപ്പൊ പിള്ളേരുടെ ആ ഡോപ്പാമൈൻ റിലീസ് ഭയങ്കര ഹൈ ലെവലിൽ കിടക്കുന്ന സമയത്ത് അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യപ്പെടും, അവർക്ക് ടി വി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറയുമ്പോ പ്ലീസ് പ്ലീസ് ഞാൻ ഇച്ചിരി നേരം കൂടി കണ്ടോട്ടെ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ടീനേജ് പിള്ളേരില് ഡോപ്പാമൈൻ ഗെറ്റ്സ് റിലീസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. നമുക്ക് ഇപ്പൊ ഒരു സാധനം കണ്ട് സന്തോഷം ഒരു എക്സ് എമൗണ്ട് ആണെങ്കിൽ പിള്ളേർക്ക് അത് 10x ടൈംസ്, ടീനേജ് പിള്ളേർക്ക് 10x ഹാപ്പിനെസ് ആ കൊടുക്കണം. സോ വെൻ വി പ്ലേ എ വീഡിയോ ഗെയിം വിത്ത് അവർ ചിൽഡ്രൻ, നമ്മുടെ പിള്ളേരുടെ കൂടെ, അപ്പൊ പിള്ളേർക്ക് അത് ഭയങ്കര സന്തോഷത്താണ്. ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഗെയിം കളിക്കാൻ അടിപൊളി എൻജോയിങ്, നമ്മുടെ ഡോപ്പമൈൻ റിലീസാണ്, അവരുടെ ഡോപ്പമൈൻ റിലീസാണുണ്ട്. പക്ഷെ നമ്മുടെ ഡോപ്പമൈൻ ആണത് വെറും എക്സ് ഫാക്ടർ, അവർക്ക് 10x ഫാക്ടറാണ്. അപ്പൊ ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട്? അവരുടെ ബ്രെയിനിന്. ആ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ട്രൈ ചെയ്താലും അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇനി വീഡിയോ ഗെയിം കളിച്ചാൽ മതി. നമ്മുടെ ബ്രെയിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം നമ്മൾ അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്തിട്ട് അത് മതി, ഇനി വീഡിയോ ഗെയിം കളിച്ചാൽ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോകും. പക്ഷെ പിള്ളേർ നോ 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 മമ്മി ഇച്ചിരി നേരം കൂടി കഴിക്കാൻ പറ്റും, ബിക്കോസ് അവരുടെ ഡോപ്പമൈൻ ഭയങ്കര റിലീസ് ആയിക്കൊണ്ടിരിക്കുക. ഇനി പല സ്ഥലത്തും ഒരു അപകടപരമായ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ പിള്ളേര് ഇങ്ങനെ ഭയങ്കര തീഷ്ണമായി കളിച്ചുകൊണ്ടിരിക്കാൻ അപ്പനമ്മൻ ദേഷ്യപ്പെട്ട് എത്ര നേരം നിന്നോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്തില്ലേ എന്ന് ഇവിടെ ഓഫ് ചെയ്യും. ആ സമയത്ത് പിള്ളേരുടെ ഒരു വികാരം, പൊട്ടിത്തെറിയണ വികാരം, ചിലര് അപ്സെറ്റ് ആവും, ദേഷ്യപ്പെടും, ചിലർ വലിച്ചെറിഞ്ഞാണ് റിമോട്ടൊക്കെ. ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ബിക്കോസ് അവര് ഡോപ്പമൈൻ മാക്സിമം ലെവലിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വന്നത് കട്ട് ഓഫ് ചെയ്യും. ഒരു സാധനം ഹയസ്റ്റ് ലെവലിൽ കട പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും. അതേപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് പിള്ളേര് വളരെ തീഷ്ണമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഒരു സാധനം ഇരിക്കുമെന്ന് ഓർത്തു, വീഡിയോ ഗെയിം ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ പാരന്റ്സ് ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് അവരോട് പറയാം, എത്ര നേരമായി നീ കാണാൻ തുടങ്ങിയിട്ട്, മതിയാക്കട്ടാ, 5 മിനിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തോണം. ആ കൊച്ചിന് ഓൾറെഡി ഒരു ഇന്റിമേറ്റ് കുറക്കണം മമ്മി പറഞ്ഞ് ഇനി ഓഫ് ചെയ്യണം. അപ്പൊ ഒരു ഡോപ്പമൈൻ ഇച്ച് കുറക്കാൻ തുടങ്ങി. പിന്നെ 2 മിനിറ്റ് മതി മതി ഇനി ഓഫ് ചെയ്തോ, 1 മിനിറ്റ് ബാക്കി, ഇനി ഞാൻ വന്ന് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ ഒന്നും കൂടി കൊച്ചു കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഡോപ്പമൈൻ റിലീസ് ഇച്ചിരി കൂടി കുറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ 5 മിനിറ്റ് കഴിയുമ്പോൾ വന്നിട്ട് ടി വിയും കൂടെ ഓഫ് ചെയ്താൽ കൊച്ച് അത്ര തീഷ്ണമായിട്ട് പൊട്ടിത്തെറിക്കത്തില്ല. ദിസ് ഈസ് ദ സൈക്കോളജി വൈ ടീനേജേഴ്സ് ഗെറ്റ് എ ലോട്ട് ഓഫ് ഹൈപ്പർ. നൗ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നാലും ഡോപ്പാമൈൻ ഇത്ര റിലീസ് ആയാലും പിള്ളേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? അതിന്റെ ആ ഒരു സയന്റിഫിക് റീസൺ ആണ് അവരുടെ വളർച്ച. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഗ്രാഫ് കാണുന്നില്ലേ, വാട്ട് ഈസ് ഇറ്റ് ഷോയിങ്? കൊച്ചിന്റെ ഏജ് 0 to ഇങ്ങനെ ഒരു ഏജ് ഗ്രോ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഡിസിഷൻ മേക്കിംഗ് പവറും ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ എല്ലാം ശക്തിയുള്ളത്. അപ്പൊ ഈ സാധനം വളർന്നുകൊണ്ടിരിക്കോ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഡോപ്പാമൈൻ റിലീസ് ആണത് ഇതിങ്ങനെ കൂടി 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 വെൻ ദേ കം ടുവേർഡ്സ് എ പ്യൂബർട്ടി സ്റ്റേജ്, ദാറ്റ് ഇസ് അറൌണ്ട് ദ ഏജ് ഓഫ് 9-10, their dopamine is the highest. അപ്പൊ ഇവിടെ ഡോപ്പാമൈൻ ഏറ്റവും ഹയസ്റ്റ് കിടക്കും, പിന്നെ ഡോപ്പാമൈൻ അങ്ങനെ കുറയും ഒരു പ്രായം കഴിയുമ്പോൾ. അപ്പൊ ഈ പ്യൂബർട്ടി സ്റ്റേജ് വെൻ അറൌണ്ട് 10, 12, 13, 14, ഈ ഏജിൽ അവരുടെ ഡോപ്പാമൈൻ ഏറ്റവും ഹയസ്റ്റും ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് വളരെ കുറവാണ്. അപ്പൊ അവർ വേണോന്ന് വിചാരിച്ചാലും കൂടി അവർക്ക് ഡോപ്പാമൈൻ്റെ ആ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലുണ്ട് ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം, പക്ഷെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വെൻ ചിൽഡ്രൻ ബിഹേവ് ലൈക്ക് ദാറ്റ്, നമ്മൾ ഓർക്കുന്നത് വൈ ആർ ദേ ഡൂയിങ് ലൈക്ക് ദിസ്. അത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ആ സമയത്തുള്ള ഗ്രോത്തിന്റെ പാറ്റേൺ അതുപോലെയാണ്. നൗ
വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ക്യാൻ ഡു? നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? ഈ സമയത്ത് അവരെ സഹായിക്കണം. ഓക്കെ, അവരുടെ കൂടെ കമ്പാഷനായിട്ട് ബിഹേവ് ചെയ്യണം. ഇപ്പൊ ഈ കാര്യം മനസ്സിലായപ്പോ എല്ലാ മാതാപിതാക്കൾക്കും മനസ്സിലാകണം നമ്മുടെ പിള്ളേരുടെ പ്രശ്നമല്ല, അവരൊരു ഗ്രോത്തിന് കൊഴി പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റേജിൽ വരുമ്പോൾ what we have to do, we have to try and help if the prefrontal cortex can improve and if the dopamine can be controlled. So, one thing is, what can we do? We have to break this addiction first by promoting healthy dopamine rewards. അതായത് നമ്മുടെ പിള്ളേർ ഡോപ്പാമൈൻ അന്വേഷിച്ചിട്ട് വീഡിയോ ഗെയിമും മൊബൈലും ടിവിയും അല്ലാത്ത കൂട്ടുകെട്ടുകളും സബ്സ്റ്റൻസ് യൂസിലൊക്കെ പെടുന്ന എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് ആവശ്യമുള്ള ഡോപ്പാമൈൻ നമ്മൾ കൊടുക്കുന്നില്ല. ആർ വി ഗിവിംഗ് ദം ദ ഡോപ്പാമൈൻ? ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്. നമ്മൾ പിള്ളേരുടെ കൂടെ ഇന്ന് ചീട്ട് കളിക്കണുണ്ടോ, ക്യാരം കളിക്കണുണ്ടോ, ചെസ് കളിക്കണുണ്ടോ, ബാഡ്മിന്റൺ കളിക്കാൻ പോകണുണ്ടോ, അവരുടെ കൂടെ കളിയും തമാശയും പറയുന്നുണ്ടോ? വാട്ട് ആർ വി ഡൂയിങ് ടു ഗിവ് ദം ദാറ്റ് ഡോപ്പാമൈൻ? അവർക്ക് ഡോപ്പാമൈൻ വീട്ടില് നമ്മുടെ അന്തരീക്ഷത്തില് പാരന്റ്സ് വഴി കിട്ടുവാണെങ്കിൽ അവർ വേറെ വഴിയൊന്നും തപ്പാൻ പോകത്തില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഏത് വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു? നമ്മൾ എങ്ങനെ നമ്മുടെ ഡോപ്പാമൈൻ കണ്ടുപിടിച്ചെന്ന്? ഒരു പേരമറയിൽ കയറി പേരക്ക പറിക്കുക, ഒരു മാവിന്റെ അകത്ത് 2-3 മാവ് പറിക്കുക, കുളത്തിൽ പോയി ചാടുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡോപ്പാമൈൻ്റെ സോഴ്സസ്. ഇന്നത്തെ പിള്ളേർക്ക് വേറെ സോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ ഏത് ഡോപ്പാമൈൻ സോഴ്സിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു, കൊച്ചുങ്ങൾ അതിലോട്ട് പോകും. അത് അവരുടെ പ്രശ്നമല്ലല്ലോ. ഒരു കൊച്ചു ജനിക്കുമ്പോ തന്നെ മൊബൈലും പിടിച്ചോണ്ടാണ് ജനിക്കണത്? ഇല്ലല്ലോ. അവര് വന്ന് ഈ ലോകത്തിന് നമ്മളാണ്. നൗ സെക്കൻഡ്, അതായത് ബിൽഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റില്ല, ഡോപ്പാമൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആസ് എ പാരന്റ് വി ക്യാൻ ഹെൽപ്പ് ദം ടു മേക്ക് ദാറ്റ് സ്കിൽസ് ബെറ്റർ. അവർ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ എന്താ? അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നമുക്ക് എൻഹാൻസ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും, ചില പിള്ളേര് 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിൽ തന്നെ നല്ല സ്മാർട്ടായിട്ട് ഡിസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം ചില പിള്ളേര് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് കൂടി അവരെ ഇമ്പോൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇച്ചിരിയും കൂടി അധികം കിട്ടിയിട്ടുണ്ട്. ഹൗ ഡിഡ് ഇറ്റ്സ് ഹാപ്പൻ? ചെറിയ ചെറിയ സന്ദർഭത്തിൽ നമുക്ക് പിള്ളേരെ ഡിസിഷൻ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ഹോട്ടലിൽ പോയി കൊച്ചിനോട് പറയാം, മോനെ നമുക്ക് ഇന്ന് ഭക്ഷണം ഓർഡർ ചെയ്യണം, ഒരു കാര്യം ചെയ്യും, ഇന്ന് നമുക്ക് വെജാ കഴിക്കണ്ട, അല്ല എന്താണ് വെജ് നിനക്ക് ചെയ്യേണ്ട ഓർഡർ, നിന്റെ ഓർഡർ കൂടി ഞങ്ങൾക്ക് കൂടി ഓർഡർ നീ ചെയ്യാം. എന്നിട്ട് അവനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് മോനി ഇത് ഓർഡർ ചെയ്ത? വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? ഓക്കെ, വെൻ ഹി എക്സ്പ്ലെയിൻസ് യു ക്യാൻ ഹെൽപ്പ് ഹിം ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് ഡിസൈഡ് ചെയ്യാം, നമുക്ക് ഇവിടെ 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഏത് കടയിലാണ് ആദ്യം പോണ്ടത്? അല്ലെങ്കിൽ ഈ കടയിൽ ആദ്യം ഇവിടെ പോയാൽ സെയിൽ ഉണ്ടോ, അല്ല ആ കടയിൽ സെയിലുണ്ടോ, എന്താ ചെയ്യേണ്ട? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ് കൊച്ചിന് എടുക്കാൻ സമ്മതിക്കുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ദിസ് ഇസ് അനദർ വേ. സെക്കൻഡ്, തേർഡ്, ലിമിറ്റഡ് ആക്സസ് ടു അഡിക്റ്റീവ് ബിഹേവിയർ. അതായത് പലപ്പോഴും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ട്രിഗേഴ്സ് നമ്മുടെ കയ്യിൽ. ഇപ്പൊ നമ്മൾ മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, നമ്മൾ തന്നെ വലിയ ആൾക്കാര്, അടുത്ത് നമ്മുടെ മൊബൈലുണ്ട്, പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ട്രിങ് ആ സൗണ്ട് കേട്ടുന്ന ഓർഡറെ മൊബൈൽ എടുത്ത് നോക്കും, ആരുടെ മെസ്സേജാ എന്താണ്, നമ്മളൊരു ഒരു കമ്പൾഷൻ. അതേ ഇമ്പൾഷൻ നമ്മുടെ പിള്ളേർക്കും കാണും. പക്ഷെ അവർ ഡോപ്പമൈൻ അധികമുള്ള കാരണം എന്താ പറ്റുന്ന, അവർക്ക് ദൂരെ മൊബൈൽ ഉണ്ടെങ്കിൽ ഇമ്പൾഷൻ വരും. അപ്പൊ ലെറ്റ്സ് കീപ് ഓൾ ദ ട്രിഗേഴ്സ് അവേ ഫ്രം ദം. പഠിക്കാൻ നേരത്ത് മൊബൈൽ ദൂരെ വെക്കുക, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക, പറ്റുമെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക, വീഡിയോ ഗെയിം എല്ലാം ഓഫ് ചെയ്യുക. വാട്ട് ഓൾ തിങ്സ് ക്യാൻ മേക്ക് ദം അട്രാക്റ്റഡ് ടു സ്റ്റാർട്ട് ദാറ്റ്, ആ അഡിക്ഷൻ അവരുടെ അടുത്ത് ദൂരെ വെച്ചിട്ട് അതിനേലും പകരം നമ്മൾ വേറെ ഗെയിംസ് വീട്ടിൽ കളിക്കാൻ പറ്റുമോ, വർത്താനം പറയാൻ പറ്റുമോ, കഥകൾ പറയാൻ പറ്റുമോ, വാട്ട് ഓൾ വി ക്യാൻ ഡു, അതിലോട്ട് തിരിക്കുക. അപ്പൊ അവര് ട്രിഗേഴ്സ് നിൽക്കുമ്പോൾ അഡിക്ഷനും നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്, ഇന്നത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദ ടീനേജേഴ്സ് ദേ ഗോ ടുവേർഡ്സ് ഓൾ ദീസ് സോഴ്സസ് ഓഫ് ഡോപ്പമൈൻ. വൈ? ബിക്കോസ് വെൻ ദേ ഫീൽ സ്ട്രെസ്ഡ്. അവർക്ക് കുറെ സ്ട്രെസ് ഉണ്ട്. നമ്മുടെ കാലം പോലെ സ്ട്രെസ്, പഠിക്കണ സ്ട്രെസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതേപോലെ ബാക്കി എല്ലാം സ്പോർട്സിൽ കയറി സന്നാലോചനം, പിള്ളേർ ബുള്ളി ചെയ്യണം അതിന്റെ സ്ട്രെസ്, പോരാത്ത ട്യൂഷൻ ഹോംവർക്സിന്റെ സ്ട്രെസ്, അതുകൂടാതെ ഒരു സോഷ്യൽ മീഡിയയും കൊള്ള ഇന്ന് ഇൻസ്റ്റാഗ്രാം റീലെല്ലാം ഞാൻ നോക്കാതെ പോയാൽ നാളെ ചെല്ലുമ്പോൾ ഐ വിൽ ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. അപ്പൊ സോഷ്യൽ മീഡിയയും കൂടി ചെക്ക് ചെയ്യണം, അതൊരു അഡീഷണൽ പ്രഷർ. ഈ എല്ലാം പ്രഷർ സ്ട്രെസ് ആകുമ്പോൾ കൊച്ചിന് ഒരു റിലാക്സിംഗ് ആയിട്ട് എന്താ വേണ്ട, ഒരു ഡോപ്പാമൈൻ റിലീസ്. ആ ഡോപ്പാമൈൻ റിലീസ് തപ്പിക്കൊണ്ട് നടക്കോ കൊച്ചു കിട്ടുന്ന സ്ഥലത്ത്? ക്യാൻ വി ഹെൽപ്പ് ദം ടു മിറ്റിഗേറ്റ് സ്ട്രെസ് ഇൻ എ ബെറ്റർ വേ? ടീച്ച് ദം മെഡിറ്റേഷൻ, യോഗ പഠിപ്പിക്കുക, മെഡിറ്റേഷൻ പഠിപ്പിക്കുക, ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് നടക്കാൻ പഠിക്കുക. ഈ ഓരോ കാര്യങ്ങൾ കൂടി അവര് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ റൺ ടു ഓൾ ദീസ് സോഴ്സസ് ഫോർ ഡോപ്പമൈൻ. സോ
ഇനി മുതൽ നമ്മുടെ പിള്ളേര് അഡിക്റ്റഡ് ആയ ബിഹേവിയർ കാണിച്ചാല്, വാശി കാണിച്ചാല്, പ്ലീസ് മനസ്സിലാക്കുക, ഇറ്റ് ഇസ് നോട്ട് ദം സ്പീക്കിംഗ് ബട്ട് ഹൂ is സ്പീക്കിംഗ്? യെസ്, their dopamine. Help them to control their dopamine by giving other source of dopamine and be their friend. So with this I end this session. I hope ഈ ഒരു സെഷനിൽ കൂടി നിങ്ങൾക്ക് വളരെ അധികം നോളജ് കിട്ടി കാണും. And all the best. Let's help our teenagers to become much, much better individuals and responsible citizens. Thank you.